ഗാസയിൽ ഹമാസിന്റെ അൽ-ഖസം ബ്രിഗേഡിനെതിരെ അതിരൂക്ഷമായ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന. ഏപ്രിൽ മാസം 19 ബെയ്ത്ത് ഹനൂനിൽ IDFന്റെ വാഹനത്തിന് നേരെയുള്ള ഒരു റോക്കറ്റ് ആക്രമണം അൽ-ഖസം ബ്രിഗേഡ് നടത്തിയിരുന്നു. 2 IDF ജവാന്മാരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം മാർച്ച് 18-നുള്ള യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായി ഇസ്രായേലി സേനയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് ബെയ്ത്ത് ഹനൂനിലുള്ള ഈ ആക്രമണത്തിലൂടെയാണ്. ആ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് അൽ-ഖസം ബ്രിഗേഡാണ്. ഈ ആക്രമണത്തിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും ചിത്രീകരിച്ച ദൃശ്യങ്ങളും അൽ-ഖസം ബ്രിഗേഡ് അവരുടെ സൈറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. ഈ വൈറലായ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ ഒരു പ്രാന്തപ്രദേശത്ത് ഒളിയിടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അൽ-ഖസം ബ്രിഗേഡിൻ്റെ ഭീകരന്മാരെ നമുക്ക് കാണാം. ഒരു റോഡ് വഴി ഒരു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു വാഹനം കടന്നു പോകുന്നു. ആ വാഹനത്തിന് നേരെ ഷോർട്ട് റേഞ്ചിലുള്ള റോക്കറ്റുകൾ ഇവർ തൊടുത്തുവിടുന്നു. ആ റോക്കറ്റ് വാഹനത്തിൽ പതിക്കുന്നു. അതിനുശേഷം തുരുതുര നൂറുകണക്കിന് അൽ-ഖസം ബ്രിഗേഡിൻ്റെ ഭീകരന്മാർ ആ വാഹനത്തിന് നേരെ വെടിയുതിർക്കുന്നു. ഒടുവിൽ ആ വാഹനം നിയന്ത്രണം തെറ്റി മറിയുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതിന് പിന്നാലെ ആ വാഹനത്തിനടുത്തേക്ക് എത്തി നിരവധി തവണ വെടിയുതിർക്കുന്ന ഈ അൽ-ഖസം ബ്രിഗേഡിൻ്റെ ഹമാസ് ഭീകരന്മാരെയാണ് നമ്മൾ കാണുന്നത്. ഈ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് അൽ-ഖസം ബ്രിഗേഡ് തന്നെയാണ്. ഇവർ പിന്നീട് ഈ വീഡിയോ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്യുകയും അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ അപകടത്തെക്കുറിച്ച് IDFന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം ബെയ്ത്ത് ഹനൂൻ മേഖലയിൽ ഒരു തിരിച്ചടി IDFന് നേരിട്ടു എന്നുള്ള വിവരങ്ങൾ അനൗദ്യോഗികമായി IDF വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ഈ അൽ-ഖസം ബ്രിഗേഡിൻ്റെ സമ്പൂർണ്ണമായ ഉന്മൂലനം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ്. ബെയ്ത്ത് ഹനൂൻ മേഖലയിൽ, ബെയ്ത്ത് ലഹിയ മേഖലയിൽ, ഖാൻ യൂനിസിൽ, ജബാലിയിലടക്കമുള്ള വിവിധ മേഖലകളിൽ ഇസ്രായേലി സേന വൻതോതിലുള്ള കരയാക്രമണം നടത്തുകയാണ്. ഇസ്രായേലി സേനയുടെ കൂടുതൽ ട്രൂപ്പുകൾ ഈ മേഖലകളിലേക്ക് ഇറങ്ങുന്നു. ഇവിടെയുള്ള ഹമാസിൻ്റെ മുഴുവൻ സാന്നിധ്യങ്ങളെയും ഹമാസിൻ്റെ മുഴുവൻ ബേസ് ക്യാമ്പുകളെയും ലക്ഷ്യമിട്ടുള്ള വൻതോതിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. ഇസ്രായേലി സേനയ്ക്ക് സംഭവിച്ച തിരിച്ചടിക്ക് കനത്ത പ്രഹരം നൽകാനുള്ള വമ്പൻ നീക്കമാണിപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലുടനീളം ഹമാസിൻ്റെ വേട്ട നടക്കുകയാണ്. ഹമാസിനെ വധിക്കാനുള്ള വൻതോതിലുള്ള ആക്രമണങ്ങളാണ് ഗാസയിലുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.